ഹലോ. അപ്പോൾ അൽമാട്ടിയിലെ തേർഡ് ഡേ ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ സൈഡ് സീയിങ്ങിന് പോവാണ്. അപ്പോൾ ദേ പാർക്കിൽ നമ്മുടെ ഗാന്ധിജിയുടെ പടമൊക്കെ ഫസ്റ്റ് തന്നെ ഗാന്ധിജീനെ കണ്ടുകൊണ്ടാണ് തുടക്കം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ലോങ് ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ കലാപരിപാടികൾ ബസ്സിനുള്ളായിരുന്നു. ബസ്സിൽ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആയുസായി നാഷണൽ പാർക്ക്. ഇതിൽ ആയു മീൻസ് ബിയർ, അതായത് നമ്മുടെ കരടി. സായ് മീൻസ് ജോർജ്. ഈ അൽമറസാൻ ജോർജ് ആൻഡ് ആയുസായി നാഷണൽ പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അൽമറസാൻ ജോർജ് എന്ന് പറയുന്നത് ഒരു വാലിയാണ്. ഇവിടെ എന്താ കാണാമെന്ന് വെച്ചാൽ ഇവിടെയും മലയുടെ താഴെ ഒരു അരുവിയുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ പിന്നെ മെയിനായിട്ട് അവിടെ ഈ കരടികളെ കാണുന്ന സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി നമ്മൾ ട്രക്ക് ചെയ്ത് പോയിട്ട് കാണേണ്ട സ്ഥലമാണ്. ആ മലയുടെ മുകളിലേക്ക് നമുക്ക് ട്രക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് അതിന് മാത്രമുള്ള ടൈമില്ല. പിന്നെ അതുപോലെ അല്ലാണ്ട് നമുക്ക് വണ്ടിയിലും പോവാം. വണ്ടി 3000-4000 രൂപ ടെങ്കീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുമുള്ള ടൈമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയിട്ട് നടക്കാവുന്ന ദൂരത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നു, അത്രയേ ഉള്ളൂ. കണ്ടോ അവിടെ കരടിയുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പം നിറയെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ചെറിയ തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കാറ്റൊക്കെ വീശുമ്പോൾ ഒരു ചെറിയ തണുപ്പുണ്ട്. കാരണം ഈ അരുവിയാണ് കേട്ടോ. ഈ അരുവി നല്ല രസമാണ്. കുഞ്ഞരുവിയാണ്, പക്ഷേ ഇതിൽ വെള്ളം നല്ല തണുപ്പാണ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോയില്ല. പോയവരത്ര വലുതൊന്നും അല്ല, നമ്മൾ അത്ര കാണാൻ മാത്രമുള്ളതൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ വയ്യായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്ന ഷോപ്പിങ്ങിനാണ്. നമ്മൾ ഗ്രീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും. പക്ഷേ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ജാനുണ്ട് കൂടെ. ജാനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ജാൻ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് ജാൻ പോയി. അപ്പോൾ ഇനി നമ്മുടെ ടൈമാണ്. അപ്പോൾ നമുക്ക് കയറി ചെന്ന ഉടനെ ഫുൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. ചക്കക്കുരു ഇതോ ഇത് നമ്മുടെ സൗദിയിലേക്കുള്ള സംസാർ കഴിച്ചു നോക്ക്. മറ്റേ ലോക്കിട്ട് 1 കിലോ ഇതാണ് വാൾനട്ടടി. ഓ, ഇങ്ങനെയാണ് വാൾനട്ട് ഉണ്ടാവുക അല്ലേ? അതെ. ഓ, ഇത് ചക്കക്കുരു അല്ല, അത് വാൾനട്ടാണ്. ആ ഡോൺ ടച്ച് കേട്ടത് ഞങ്ങൾ ഇറങ്ങി അപ്പുറത്തെ കടയിൽ പോയി. കാരണം അയാൾക്ക് നല്ല ചാടാ. അയാളാണെങ്കിൽ ഭയങ്കര റേറ്റ് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന കടയായതുകൊണ്ടേ ആദ്യം തന്നെ എല്ലാവരും അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള കുറേ പേരേനെ ആൾ പറ്റിച്ചു. ആൾ ഡബിൾ റേറ്റിനാണ് സാധനം വിറ്റ്. അതവർ ഫസ്റ്റ് വേറെ എവിടെയും ചോദിക്കാണ്ട് അവർ മേടിക്കുകയും ചെയ്തു. പക്ഷേ അപ്പുറത്തെ കടകളിലൊക്കെ നമ്മളടുത്ത് ചോദിക്കും, അവരെത്രയ്ക്കാണ് തന്നേ ചോദിക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ കുറച്ച് പറയും. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വേണം ഇവിടെ മേടിക്കാനായിട്ട്. ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല. പിന്നെ കുറേ സ്വീറ്റ്സ് ഇതൊക്കെ ആ സിറപ്പിൽ മുക്കിയെടുത്ത് ഇങ്ങനെ കട്ടിയാക്കി വെച്ചിരിക്കുന്നതാണ് തോന്നുന്നു. ഇവിടെ നാളെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഏകദേശം ടേസ്റ്റ് ചെയ്തു. അവിടെ എന്തോ കടയിൽ ആളില്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് അതിലെ ഒരു സ്വീറ്റ്സ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നതാണ്. ടേസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അങ്ങനെ എടുത്ത് കഴിക്കുക, അതാണ് നമ്മുടെ ടേസ്റ്റിങ്. ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാം കിട്ടും. കാരണം ഇപ്പോൾ മീൻ ഉണ്ട്. ഇനി മീറ്റുകൾ, പലതരത്തിലുള്ള മീറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഹോഴ്സ് മീറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അൽമാട്ടിയിൽ മെയിനായിട്ട് കിട്ടുന്നത് ഹോഴ്സ് മീറ്റാണ്. ഇത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോഴ്സ് മീറ്റ് ഉണ്ട്. അതിൻ്റെ നാക്കടക്കം അവർ മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് കിട്ടും. എല്ലാ പാർട്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ അതിൻ്റെ നാവോ വേറെ എന്തൊക്കെയോ പാർട്സാണ് കേട്ടോ, എനിക്കറിയില്ല. ഇതിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏരിയയാണ്. ബാഗ്, ചെരുപ്പ്, ജ്വല്ലറീസ്, ഡ്രസ്സ്, ടോയ് സെക്ഷൻസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ ജ്വല്ലറിക്ക് നമ്മളിങ്ങനെ കുതിച്ച് പാഞ്ഞു. പക്ഷേ അവിടെ ഒക്കെ ഗോൾഡ്, 18 ക്യാരറ്റ് ഗോൾഡൊക്കെയാണ്. പിന്നെ സിൽവർ, അങ്ങനത്തെ ജ്വല്ലറീസാണ്. നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുക്കാൻ പറ്റില്ല. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ വെറുതെ നമ്മുടെ കുഞ്ഞ് ഫാൻസി സ്റ്റോർ പോലെയാണ് ഇരിക്കുന്നത്. എങ്ങനെ ഇതിന് ബില്ലോ കാര്യങ്ങളൊന്നും ഇല്ല താനും. അപ്പോൾ എങ്ങനെ തെഫ്റ്റൊന്നും ഇല്ലാണ്ട്, ഫ്രോഡൊന്നും കാണിക്കാണ്ട് ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളായത് കാരണം ഇവരെല്ലാ സാധനത്തിനും വില കയറ്റിയേ പറയൂ.
പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം. അവർക്കാണെങ്കിൽ ഇംഗ്ലീഷും പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവരൊരു 5000 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3500 അടിക്കണം. അത് പിന്നെ അങ്ങനെ കുറച്ച് ലാസ്റ്റ് ഒരു 2000 3000 ഒക്കെ ആയിട്ട് ഒരു 5000 പറഞ്ഞു കഴിഞ്ഞാൽ 3000 മാക്സിമം നമുക്ക് കിട്ടും. അത് കുറച്ചുകൂടെ ബാർഗെയിനിങ് പവറുള്ള ആൾക്കാരാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം ആക്ച്വലി. പിന്നെ ഡ്രസ്സ് എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒടുക്കത്തെ റേറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇത് ആക്ച്വലി നമ്മുടെ ബ്രോഡ്വേ പോലൊരു സ്ഥലം. ബ്രോഡ്വേ എല്ലാം കൂടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാക്കി എങ്ങനെ വിൽക്കും, അതേപോലെ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല. പിന്നെ നമുക്ക് ചോക്ലേറ്റ് അവിടെ നമുക്ക് ഇങ്ങനെ മേടിച്ച മിഠായി ടൈപ്പ് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ചോക്ലേറ്റ് ഫാക്ടറി വേറെ പുറത്തുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അവിടേക്കാണ് പോയത്. അതാണ് ഈ സ്ഥലം. ഇവിടെ നിന്നാണ് ഒരുവിധം എല്ലാവരും ചോക്ലേറ്റ്സ് മേടിച്ചത്. ഇത് വേഫേഴ്സാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇത് ഞാൻ മേടിച്ചായിരുന്നു. ഇതിൻ്റെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ട്, നമ്മുടെ സാധാരണ നോർമൽ ചോക്ലേറ്റിൻ്റെ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഒരുവിധം നമുക്ക് വേണ്ട എല്ലാ മിഠായികളും അവിടെ നിന്നാണ് മേടിച്ചത്. ഇതാണ് കേട്ടോ സ്ഥലം. ഇതിൻ്റെ പുറത്തേക്ക് ചെടി നോക്കിക്കേ. ഇത് ദൂരെ നോക്കുമ്പോൾ അതിലെന്തോ മുത്ത് പോലെ തോന്നും. ഇത് അതിൽ തന്നെയുള്ള ഒരു കായ പോലത്തെ സാധനം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ മാർക്കറ്റിൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ച. ആരോ ഒരു പട്ടിക്കുട്ടീനെയും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ പാൻഫിലോ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലേക്ക് പോവാണ്. പാർക്കും ഉണ്ട് അവിടെ. സെൻറ്റ് കൗ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചും ഉണ്ട്. മെയിനായിട്ട് നമ്മൾ കാണാനുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അവിടേക്ക് പോവാണ്. അവിടെ നമുക്ക് കാണാൻ മെയിനായിട്ട് കുറേ വാറിൻ്റെ കുറേ മോണമെൻറ്റ്സും പിന്നെ സെൻറ്റ് കൗ ചർച്ച്. അപ്പോൾ ചർച്ചിലേക്കാണ് ഇപ്പം നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. സെൻറ്റ് കൗ എന്ന് പറഞ്ഞാൽ ഈ പ്രതിമ സെൻറ്റ് കൗവിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആളാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ചർച്ച്. ഇത് മുഴുവൻ മരം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അവർ ഒരു ആണി പോലും യൂസ് ചെയ്യാതെയാണ് അവരിത് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ഈ പള്ളിമണി. അതിൻ്റെ കൂടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ പള്ളി വരുമ്പോൾ നല്ല രസമായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു ഈ മണി. ഈ ചർച്ച് ഇത്രയും ഫേമസ് ആവാൻ കാരണം 1887 ഇവിടെ വലിയ എർത്ത് ഉണ്ടായിട്ടും ഈ ബിൽഡിങ്ങിന് മാത്രം ഒന്നും പറ്റിയില്ല, ഈ ചർച്ചിന് മാത്രം ഒന്നും പറ്റിയില്ല. ബാക്കി എല്ലാ ബിൽഡിങ്ങുകളും തകർന്ന സമയത്തും ഇതിങ്ങനെ നിന്നുണ്ടായിരുന്നു. ഈ ചർച്ചിൻ്റെ 4 പുറം ഫുൾ പാർക്കാണ് കേട്ടോ. കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു. ഉള്ളിൽ കയറാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാനും ഒന്ന് പോയി നോക്കി. അപ്പോൾ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ഉള്ളിലൊക്കെ ഈ വലിയ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് തന്നെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗേൾസ് തല നമ്മൾ ഹെഡ് കവർ ചെയ്യണം. ബോയ്സ് ആണെങ്കിൽ ക്യാപ്പ് ഇടാൻ പാടില്ല. പിന്നെ അത് ക്യാമറ യൂസ് ചെയ്യരുത്, ഫോൺ യൂസ് ചെയ്യരുത്, നടക്കരുത്, ഇരിക്കരുത്, മിണ്ടരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഗേൾസിന് അവിടെ തന്നെ ഷോളുണ്ട് കേട്ടോ. അതിട്ടിട്ട് നമുക്ക് ഹെഡ് കവർ ചെയ്ത് ഉള്ളിൽ പോവാം. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. നമുക്കൊരു പ്രത്യേക രൂപമോ അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നുമില്ല. നിറയെ പിക്ചേഴ്സാണ്. നമുക്ക് എവിടെ പോയിരുന്നിട്ട് വേണേ പ്രാർത്ഥിക്കാം. 4 പേരും ഇഷ്ടം പോലെ പിക്ചേഴ്സാണ്. പിന്നെ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല രസമല്ലേ. നമുക്ക് അവിടെ പോയാൽ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നില്ല. നമുക്കിങ്ങനെ കുറച്ച് നേരം കണ്ണടച്ചിരുന്നാൽ തന്നെ ഭയങ്കര സമാധാനം കിട്ടും. അങ്ങനെ ഒരു പ്ലേസ് കേട്ടോ. പിന്നെ അവിടെയുള്ള ഈ വിളക്കുകളും ആ പിക്ചേഴ്സും അതിൻ്റെ പണിയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് സംഭവം. ഇതെല്ലാം ഗോൾഡാണോ എന്നറിയില്ല. ഗോൾഡാവാൻ സാധ്യതയില്ല. കാരണം അവിടെ അത്രയും പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും ഫുള്ള് ഗോൾഡാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഗോൾഡ് കവറിങ് മാത്രമാണെന്ന് തോന്നുന്നു. പക്ഷേ മൊത്തത്തിൽ നമുക്കൊരു എന്താ പറയുക, സ്വർണ്ണപ്രഭ. അത് ആക്ച്വലി ഞങ്ങൾ പോയത് ഈവനിങ് ആയതുകൊണ്ട് ഈ ഗ്ലാസ്സൊക്കെ കണ്ടോ, അത് കൂടെ വരുന്ന മൊത്തം അങ്ങനത്തെ വെളിച്ചമാണ്. മൊത്തത്തിൽ ആ ഒരു ടൈമിങ് ആ ഗോൾഡൻ അവറിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രകാശമാണോ എന്നും അറിയില്ല. പിന്നെ അവിടെ പോയ സമയത്ത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രെയർ. അപ്പോൾ അത് ഞാൻ കാസറ്റ് വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചേ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ എസ്ര മൂവിയൊക്കെ ഓർമ്മ വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ചർച്ചിന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ആ മോണമെൻറ്റ്സ് ഒക്കെ കേട്ടോ. ഇത് ആ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരെയാണ്, ചർച്ചിന് ഒരു വേറെ സൈഡാണ്. ആക്ച്വലി ഞങ്ങളിതിവിടെ പോയിട്ടില്ല, ഇത് വേറെ ഏതോ വീഡിയോയിൽ നിന്നും കട്ട് ചെയ്തെടുത്തതാണ്. കാരണം അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടിയില്ല. ആക്ച്വലി അത് വേറൊരു റൂട്ടാണ്, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇത് ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരുന്നൊരു ലേഡിയാണേ. എന്ത് രസമാണ് നോക്കിക്കേ, ബൊക്കെയൊക്കെ പിടിച്ചിട്ട്. അതിൻ്റെ പേരും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ അവിടെയുള്ള കുഞ്ഞ് സ്റ്റോറിൽ കയറി. അവിടെ സൈഡിൽ തന്നെ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ കുഞ്ഞ് സ്റ്റോറുകളുണ്ട്. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കണ്ടു. ഇതെന്താണെന്ന് അറിയേണ്ട, നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാൻ, അതിൻ്റെ വേറെ ടൈപ്പൊക്കെ. ഇതെന്താ ചോദിച്ചിട്ട് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. ആൾക്ക് ഇംഗ്ലീഷും അറിയില്ല. പിന്നെ ലാസ്റ്റാണ് സംഭവം മനസ്സിലായത്, ഇതൊരു ബ്രേസ്ലെറ്റാണ്. ഇത് കുട്ടികളെ പറ്റിക്കാനുള്ള അടവാണ്. ഇത് നമുക്കങ്ങനെ വേണ്ട. അപ്പോൾ വെറുതെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് നോക്കിയെന്നേ ഉള്ളൂ. നല്ല റേറ്റും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇത് ഈ ബബിൾസ്, പിന്നെ ഇത് ഈ ഫാന്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് ഗാല ഡിന്നറുണ്ട്. ഗാല ഡിന്നറിന് എല്ലാവരും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരണം പറഞ്ഞപ്പോൾ ദേ വരുന്നു, പൂരപ്പറമ്പിലേക്ക് പോകുന്ന പോലെ. മസാന്നാണ് വിചാരം. നമ്മളെവിടെ പോയാലും നമ്മുടെ ഒരു മലയാളത്തും കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുണ്ടൊക്കെ എടുത്ത്, ഞാനില്ല കേട്ടോ, ബാക്കിയുള്ളവർ മുണ്ടൊക്കെ എടുത്ത് നമ്മൾ ഗാലനായിട്ടും പോവാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയാണ്. ഇതിൻ്റെ താഴെ ഒരു ഫ്ലോറ് നമുക്കായിട്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് DJ ഉണ്ടായിരുന്നു. DJ ഒരു ഇന്ത്യൻ പയ്യനാണ് കേട്ടോ. ആൾ സൂറത്തിൽ നിന്ന് എങ്ങാണ്ടാണ്, അവിടെ പഠിക്കുന്ന പയ്യനാണ്. ആളാണ് നമുക്ക് DJ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് സാറിൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരെക്കുറിച്ചും ടൂറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. താളമേളമംഗളം തങ്കവാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടിയമ്മാടിയേ അടിയപ്പോവുമേ ഹരഹരോഹര കുരവ കുഴല് തണ്ടനത്തനം പാടിവാ സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പട്ടക്കം പഠിച്ച് പാണ്ടിയ പടക്കേറിപ്പാ കടപ്പിയിൽ കമലതലം കവിളിണയിൽ സിന്ദൂരം നരതലത്താൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം കണ്ണിപ്പൂമാലത്തെ വെള്ളിക്കിണ്ണം നിനക്കായി ഒളിച്ചു വച്ചു മുപ്പത്തി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തടഞ്ഞു നിന്നു കടപ്പിയിൽ കമലതലം കടപ്പിയിൽ കമലതലം കവിളിണയിൽ സിന്ദൂരം നരതലത്താൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. അങ്ങനെ ഗാല നൈറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോൾ അതേ മുമ്പിൽ കുറേ ചേച്ചിമാർ, ഇവർ സെക്സ് വർക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. അവർ നമ്മുടെ ചേട്ടന്മാരേനൊക്കെ ഒന്ന് വളയ്ക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളാരും അത്തരക്കാരനെ ഹി ഹേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറി കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ എന്തായാലും റൂം കയറിയില്ല. ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മുടെ കുഞ്ഞ് സ്ട്രീറ്റ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി വരുന്ന വഴിക്കാണ് നമ്മൾ ഈ കോയിൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഈ സാധനം കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 200 ടെങ്കിയായിരുന്നു വൺ ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൺ ടൈം ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇട്ടിട്ട് ഒരു വട്ടം ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞു. ഓ ഭഗവാനേ
ഈ നീല തനിയെ പോയാണ് അത് കിട്ടത്തില്ല വേണ്ട നോക്കണം അത് വേണം അല്ലെങ്കിൽ ഇതെടുത്താലും മതിയായിരുന്നു. തള്ളി ഇവന്മാർക്ക് എന്തിന് കുഴപ്പം? ആദ്യം ഫോക്കസ് അങ്ങനെ എല്ലാവർക്കും ഹരം കയറി എല്ലാവരും അവരുടെ പൈസ മുഴുവൻ ഇട്ടു. ആർക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ടെങ്കി ഇടാനില്ലാത്തതുകൊണ്ടും ഞങ്ങൾ വെറുതെ ഇത് നോക്കി ഇങ്ങനെ ഇരുന്ന് പിന്നെ തിരിച്ചുപോയി. അപ്പോൾ തിരിച്ചു പോകുന്ന ഇടയിലാണ് അവിടെ കുറച്ച് സ്റ്റുഡൻസാണ് തോന്നുന്നു, അവർ നമ്മൾ എടുക്കളിയൊക്കെ നടന്നു. നമ്മൾ വിട്ടുകൊടുത്തൊന്നുമില്ല. പക്ഷെ പിന്നെ അവിടുന്ന് പോയി അടിപേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് വന്നു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് പാക്ക് ചെയ്ത് പോകണം. അപ്പോൾ ലാസ്റ്റ് നൈറ്റായിരുന്നു. അങ്ങനെ നമ്മൾ രമതിയോട് വിട പറയുകയാണ്. എല്ലാവരും പെട്ടി മക്കണൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെക്കൗട്ട് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മളൊരു മോളിൽ കൂടെ കയറുന്നുണ്ട്. അവിടെ കുറച്ച് ഷോപ്പിങ്ങിന് ബാക്കി ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇതങ്ങനെ ഭയങ്കര വലിയ മോളൊന്നുമല്ല, നമ്മുടെ ലുലുവിൻ്റെ അത്രയൊന്നുമില്ല, ഒരു ഒബ്രോ മോളിൻ്റെ ഒക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ജാനിതാ നമുക്ക് വഴികാട്ടിയിട്ട് പിന്നെ മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് കൂടെ വേണമെങ്കിൽ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോള് കാണുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. നമുക്കങ്ങനെ ഫിക്സഡ് പ്രൈസൊന്നുമില്ല. ഞാൻ ഇതേ മാലയും കമ്മൽ കാര്യങ്ങളൊക്കെ നോക്കി ഞാനൊരു കമ്മൽ മേടിച്ചായിരുന്നു. പിന്നെ ഈ മാലയ്ക്കൊക്കെ നല്ല റേറ്റ് 7,000 8,000 ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതൊന്നും അവർ വല്ലാണ്ട് അങ്ങോട്ട് കുറച്ച് തരുന്നില്ല. പിന്നെ ഒരു 5,000 ഒക്കെ അടുത്താണ് വരുന്നത്. അതൊന്നും ഞാൻ വാങ്ങിയില്ല. പിന്നെ നമ്മൾ ഇത് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇവിടെ നിന്ന് കുറേ ബാക്കിയുള്ള പൈസയ്ക്ക് മുഴുവൻ ഞങ്ങൾ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. കാരണം ഇനി നമുക്കൊരു 5,000-10,000 രൂപ ബാക്കി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അതിനി പിന്നെയും നമുക്ക് കൊടുത്ത് ഇന്ത്യൻ റുപ്പി ആക്കാനുള്ള മടി കാരണം അതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് റേറ്റ് കുറവായിട്ട് തോന്നി കേട്ടോ. എല്ലാത്തിനും നമ്മുടെ നോർമൽ കിട്ടുന്ന മിഠായികളുണ്ടല്ലോ, അൽമാട്ടി മിഠായി എല്ലാം നമ്മുടെ ഗൾഫ് ചോക്ലേറ്റ്സ് ഒക്കെ പോലെ ബൗണ്ടി സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മാസ് അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണുന്ന സാധനങ്ങളും നിറയെ മേടിച്ചു. മെയിനായിട്ട് ഡയറി പ്രോഡക്റ്റ്സ് നിറയെ ഉണ്ട്. അപ്പോൾ എല്ലാ ചോക്ലേറ്റ്സിലും നമുക്ക് അതിങ്ങനെ പ്രത്യേകിച്ച് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. മിൽക്ക് ചോക്ലേറ്റ്, മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു. അതൊക്കെ അവിടുത്തെ കുറച്ച് ചോക്ലേറ്റ്സാണ്. അങ്ങനെ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ മെയിനായിട്ട് വില കൂടുതലുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഐറ്റംസാണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. ഇപ്പോഴാണ് അതിനെ കാണുമ്പോൾ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത്. മറ്റേത് എല്ലായിടത്തും ഒരേപോലത്തെ ബസ്സായിരിക്കും. ഈ സ്ഥലം കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്ന പോലെ. ഇത് ആക്ച്വലി നമ്മൾ ഗാലൻ നൈറ്റിന് വന്ന അതേ സ്ഥലമാണ്. അവിടെയാണ് ഇന്ന് നമുക്ക് ലഞ്ച് ഉള്ളത്. ലഞ്ചിന് നമുക്കിന്ന് ബിരിയാണിയാണ്. ബിരിയാണിക്ക് എന്തിനാണ് ഈ കറി എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. എന്തോ ഒരു കറി, അത് നോക്കിയില്ല. നമ്മൾ ബിരിയാണി എടുത്തു. ബിരിയാണി കുറേ കാലത്തിന് ശേഷം ബിരിയാണി കഴിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാണ്. കഴിഞ്ഞു നമ്മുടെ അൽമാട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോകാൻ നമുക്ക് സമയമായി ഗൈസ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ദേ ജാനിനെ നമ്മൾ ഇറക്കി വിടുകയാണ്. ജാനിൻ്റെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടു. നമ്മുടെ അൽമാട്ടി ട്രിപ്പ് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു. ആ ഷിംലാക്ക് കൂടി പോകാൻ പറ്റിയിരുന്നേ ഒന്നുകൂടെ നന്നായേനെ. അത് പോവാത്തതിൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്. അവിടെ ശരിക്കും ഫുള്ള് നമുക്ക് നല്ല മഞ്ഞ് കാണാമായിരുന്നു. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മഞ്ഞുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ഫേസ് അടച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷനും ഇല്ല. ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്ന് നോക്കിയായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ യോഗേർട്ട് കിട്ടുമായിരുന്നു. അത് കട്ടെടുത്ത് നൈസിൽ മുക്കിയിട്ട് അതാണ് ഇതേ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രീഷ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? സത്യം പറഞ്ഞാൽ മതി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വിഷമാവും. പറ, എന്തൊക്കെ കണ്ടു എന്നൊക്കെ പറ. കുറേ മല, പിന്നെ മല,
പിന്നെ ഒരു ലേക്ക്, പിന്നെ പാറകൾ, പിന്നെ ഒരു പള്ളി. ഒന്ന് തിരിച്ചോട്ടെ ക്യാമറ. ഓക്കെ. പിന്നെ വേറെ മല, പിന്നെ മല. പിന്നെ മറ്റേ അരുവി കണ്ടില്ലേ? തണുത്ത വെള്ളം അരുവി. അരുവി കണ്ടു. കണ്ടു. ഓക്കെ. കുറച്ച് പാറകല്ലുകൾ, പിന്നെ കുറച്ച് ചെമ്മരിയാട്, നന്ദിത ഒന്നും കണ്ടില്ല തോന്നുന്നു. കുറച്ച് പശു, കുതിര, ആട്. ആട്, കുതിര, കോഴി. കോഴീനെ കണ്ടു. നാട്ടിലില്ലാത്തതാണ് കോഴി. ഇവിടെ വന്നിട്ടാണ് കോഴി കണ്ട്. ഇവിടത്തെ കോഴീനെ കണ്ടു, കസാക്കിസ്ഥാൻ കോഴീനെ കണ്ടു. നമ്മുടെ നോർമൽ കോഴി തന്നെ. പിന്നെ അതുപോലെ ഇവിടെ ഒരു അണ്ണാനെ കണ്ടു, ഒരു മലയണ്ണൻ പോലത്തെ സാധനം നമ്മൾ ഇതുവരെ കാണാത്ത. മൊയിലിനെ കണ്ടു. മോയിലിനെ ട്രിപ്പ് ഇഷ്ടമായോ? പിന്നെ ഗാലനായിട്ട് അടിപൊളി. ഗാലാട്ടിനെ പറ്റി പറ, എങ്ങനെയുണ്ടായിരുന്നു? ഡാൻസ് ചെയ്തോ? ഇവിടുത്തെ ലോക്കൽ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്തോ? ലോക്കൽ ഫുഡ് അധികം ട്രൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതാണ് വലിയ വിഷമം. ഇവിടെ വന്നിട്ട് ഫുൾ ഇന്ത്യൻ ഫുഡ്. ഇന്ത്യൻ ഫുഡ് എനിക്ക് ഹോസ് മീറ്റ് കഴിക്കണം ആഗ്രഹമുണ്ട്. എന്ത് ഹോസ് മീറ്റ് ആണോ ഇവിടെ ഫേമസ്? ലോക്കൽ മീറ്റ് അല്ല, ഇവിടുത്തെ ലോക്കൽ ഫുഡിൽ ഹോസ് മീറ്റ് ആണോ ഫേമസ്? ഹോസ് മീറ്റ് ഇവിടെ ഫേമസ് ആണ്. അതായത് ഹോസ് മീറ്റ് കിട്ടുന്ന ഇവിടുത്തെ മെയിൻ ഡിഷിൽ മെയിൻ ആയിട്ട് വരുന്ന സാധനം നമ്മുടെ ഇവിടെ നിന്ന് കിട്ടാത്ത സാധനമല്ല. ഓക്കെ. ക്ലൈമറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലൈമറ്റ് നൈസ്. ഇത് പാകത്തിനുള്ള നമുക്ക് എന്താ പറയാ, ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട്. എനിക്കിഷ്ടമായി. നല്ല ക്ലൈമറ്റ്. ചൂടുണ്ടായിരുന്നു. ചൂടുണ്ട്, പകൽ ചൂടുണ്ട്. അതെ, നല്ല വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ല. ഓക്കെ. അതായത് മീൻസ് വെളിച്ചമുണ്ട്. അങ്ങനെ സ്നോ കാണാൻ പറ്റിയോ? സ്നോ കാണാൻ പറ്റില്ല. ഇതേ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ മലയുടെ മുകളിൽ സ്നോ കണ്ടു എന്നല്ലാണ്ട് മരമല്ലേ? സ്നോ കണ്ടില്ല. അടുത്തുനിന്നൊരു സ്നോ കണ്ടില്ല. ഓക്കെ. അല്ല, അപ്പുറത്ത് മല കാണാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. വരുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അൽമാട്ടിയിൽ എന്ത് കാണാനായിട്ട് കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? കണ്ടോ? കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽമാറ്റിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കാണുന്ന എല്ലാം പുതുമയായിരുന്നു. പിന്നെ ഞാൻ മറ്റേ സൂപ്പർ മാർക്കറ്റ് കേട്ടപ്പോൾ എന്ത് ഇറച്ചിയൊക്കെ ആയിരുന്നു. കുതിരയുടെ നാക്കോ പിന്നെ അവിടെയുള്ള ഒരു പഹയെ ഞങ്ങളെ പറ്റിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി അതായിരുന്നു. ഞാൻ ഞങ്ങളോട് പറഞ്ഞു ജാനുവിന്റെ ഫ്രണ്ട്. അപ്പൊ അത് അത്യാവശ്യം ക്വാളിറ്റി, അതായത് പാക്കറ്റ് വെച്ചേക്കുന്നത് അവിടുന്ന് വരുന്ന സാധനം എടുത്ത് വെച്ചേക്കുന്നതാണ്. ലൂസല്ലേ നല്ലത്? ലൂസാണ് നല്ലത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ലൂസാക്കി അപ്പൊ ഞങ്ങള് അത് പൊട്ടിച്ച് നോക്കുമ്പോ 1-2 ഇല്ല. അതായിരുന്നു ഫസ്റ്റ് ക്വാളിറ്റി. പരിപ്പിനെ പറ്റി കണ്ടു. പരിപ്പിനെ പറ്റി എല്ലാ ദിവസവും പരിപ്പുണ്ടായിരുന്നു. എല്ലാ ദിവസവും നല്ല വെറൈറ്റി ആയിരുന്നു ഓരോ ദിവസവും. പിന്നെ ഉറങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടേലും ഉച്ചയ്ക്ക് ഫുഡ് നല്ല സൂപ്പർ. ദാൽത്തടയ്ക്ക് അച്ചാറും തൈരും സൂപ്പറായിരുന്നു. സ്പെസിഫിക് ആയിട്ട് പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം? ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? ഫുഡോ? അതെല്ലാ ദിവസവും ചോറും തന്നെയല്ലേ. അതല്ല, ഇഷ്ടപ്പെട്ട ദിവസം ഏറ്റവും കണ്ടതിൽ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊൽസയിലേക്ക് ഇഷ്ടമായോ? അത് മറ്റേ നടന്നു പോയി. കൊൽസയിലേക്ക് അടിപൊളിയായിരുന്നു. അങ്ങ് പോയ അല്ല നടന്നു പോയത് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ ആ കടലിറങ്ങിപ്പോയ സംഭവം പക്ഷെ ഭയങ്കര ട്രാവലിംഗ് ഭയങ്കരതായിരുന്നില്ലേ? നടപ്പ് അന്ന് സെയിം ഡേ തന്നെ കുറെ നടന്നില്ലേ, അതുകൊണ്ടാണ് കാല് പോയത്. കുഴമ്പിട്ടിട്ടാണ് ശരിയാക്കിയത്. ബാത്റൂമിൽ വെള്ളം ഇല്ലായിരുന്നു. വെള്ളം പക്ഷെ നമുക്ക് ഹാൻഡ് ഷവർ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു. തുടപ്പ് എങ്ങനെയുണ്ട്? വെള്ളമില്ലല്ലോ, തൊടയല്ലേ. പക്ഷെ ഞങ്ങൾ കുളിക്കുന്ന ഷവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. അത് കാരണം ബുദ്ധിമുട്ട് തോന്നില്ല. അങ്ങനെയല്ലേ ചെയ്തേ? ലക്ഷ്യസ്ഥാനം മാറ്റമാക്കല്ലേ ചെയ്തേ? എന്തായാലും വെള്ളം അവിടെ എത്താത്തതുകൊണ്ട് ഞങ്ങൾ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യം സാധിച്ചു. ഓക്കെ.
ഇതാണ് മഞ്ഞുമല, ഞങ്ങൾ പറഞ്ഞ മഞ്ഞുമല. അതെ, മഞ്ഞുമല, മുകളിലുള്ള മഞ്ഞുമല. മഞ്ഞുമല, ഈ മഞ്ഞുമല ഇങ്ങനെ കാണാന്നല്ലാണ്ട് അടുത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് നമ്മൾ മഞ്ഞുമലയൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. നമ്മൾ എയർപോർട്ടിൽ എത്താറായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എയർപോർട്ട് പുതിയ എയർപോർട്ടാണെന്ന്. ഇതാണ് അൽമാട്ടി എയർപോർട്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് നമ്മളവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ടോയ്സൊക്കെ കണ്ടിരുന്നു. നല്ല രസമല്ലേ. എങ്ങനെ പോയാലും ഇതൊക്കെ പിന്നെയും മേടിക്കാൻ തോന്നും. ഇതൊക്കെ നോക്കി ഒറിജിനൽ പോലെ ഉണ്ട്. എന്ത് രസമാണ്. കുറേ ഇതിനൊക്കെ കളിപ്പിച്ച് അവിടെ ഇരുന്നു. ടൈമുണ്ടല്ലോ, ഇഷ്ടംപോലെ ടൈമുണ്ട്. എല്ലാം നമുക്ക് ഡിലേ ആയിരുന്നു. എന്തിനാ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നേ, ഇവിടെ പോരെ. നമ്മുടെ നീമോക്കെ. ഹായ്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ ആനക്കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം കൈപ്പിടിച്ചിരുന്നു എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ ടെങ്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേറെ കാർഡോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. ഇനി നമ്മൾ വന്ന അതേപോലെ തന്നെയാണ് അൽമാട്ടി ടു ഷാർജ ടു കൊച്ചി. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു പോവാണ്. നമ്മൾ ഈവനിങ് അല്ലേ പോകുന്നത്. അപ്പോൾ ഗോൾഡൻ അവർ നമ്മൾ സൺസെറ്റ് നോക്കിക്കേ, എന്ത് രസമല്ലേ. ഷാർജ എത്തുമ്പോഴത്തേക്കും നൈറ്റ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെയാണ് നമ്മൾ കൊച്ചിയിലെത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൂറ് കഴിഞ്ഞു. ഇനി എപ്പോഴാണ് അടുത്ത ടൂറെന്ന് അറിയില്ല. അപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വ്ളോഗ് ഇടാം. എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.